അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് അള്ളാഹിൻ്റെ ഖലീഫയാണ്, അതുപോലെ അള്ളാഹ് ഏൽപ്പിച്ച അമാനത്തെ സൂക്ഷിപ്പുകാരനാണ് എന്ന രണ്ട് കാരണം കൊണ്ട് നിർബന്ധമായി തീരും അള്ളാഹിൻ്റെ മാരിഫത്ത് നമുക്ക്. അല്ലദീ ഹുവ ഖലീഫത്തുൻ ലഹു, ആരാണോ നിന്നെ ഖലീഫയാക്കിയത് അവനെ നിനക്ക് അറിയൽ നിർബന്ധമാവും. വലൗലം യഅരിഫു ദാലിക ജമീഉൽ ഖൽഖി ലവജബ അലൈഹി മഅരിഫത്തു മൗലാഹു ലികൗനിഹി ഖലീഫത്തുഹു. ഈ പ്രപഞ്ചത്തിലെല്ലാവരും, എല്ലാ സൃഷ്ടിയും അവൻ്റെ റബ്ബിനെ അറിയുന്നില്ലെങ്കിൽ പോലും നീ അള്ളാഹുവിൻ്റെ ഖലീഫയാണ് എന്നൊറ്റ കാരണം കൊണ്ട് നിനക്ക് അവനെ അറിയൽ നിർബന്ധമായി തീരും. മറ്റുള്ളവർ ആരും അള്ളാഹിനെ അറിയില്ല, അതുകൊണ്ട് നിനക്ക് അള്ളാഹിനെ അറിയാൻ പറ്റൂല എന്ന് അവിടെ ഒന്നുമില്ല. അവർക്ക് മൃഗങ്ങൾക്കില്ല, സസ്യങ്ങൾ അള്ളാഹിനെ അറിയുന്നില്ല, മനുഷ്യന്മാരെന്നെ ഭൂരിപക്ഷം അള്ളാഹിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹിൻ്റെ മാരിഫത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കൂല. നമ്മൾ അള്ളാഹുവിൻ്റെ ഖലീഫയാണ് എന്ന കാരണം കൊണ്ട് അള്ളാഹിനെ അറിയൽ നമുക്ക് നിർബന്ധമാവും. യൽസമു അലൈഹി ഐദൻ അൻ യഅരിഫ അല്ലാഹു അക്സറ മിൻ ജമീഇൽ ഖൽഖ് ലികൗനിഹി അഫ്ദലുഹും. അള്ളാഹു നമ്മളെ ഏറ്റവും അഫ്ദലായ സൃഷ്ടിയാക്കി സൃഷ്ടിച്ചു എന്ന കാരണം കൊണ്ട് മറ്റുള്ളവരൊക്കെ ജിന്നും മലായിക്കത്തും ഒക്കെ അള്ളാഹിനെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയൽ നമുക്ക് നിർബന്ധമായി തീരുകയും ചെയ്യും. കാരണം അവരെക്കാളൊക്കെ അഫ്ദലായി നമ്മളെ